ഹായ് ഗൈസ്, വെൽക്കം ടു ഷങ്സ് ഇൻഫോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ നമ്മുടെ ഈ ഹൗസിൻ്റെ പ്ലാനൊക്കെ വീടിൻ്റെ പ്ലാനൊക്കെ നമ്മൾ വരയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് എങ്ങനെ സ്ക്വയർ ഫീറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെയാണ്. ഓക്കെ, നമുക്ക് സാധാരണ സ്കെച്ചിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് സെൻറ്റിമീറ്റേഴ്സും മീറ്റേഴ്സിലായിരിക്കും സ്കെച്ച് വരുന്നത്. ഓക്കെ, ആ സ്കെച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾ വർക്കിൻ്റെ കോൺട്രാക്റ്റൊക്കെ കൊടുക്കുവാണെങ്കിൽ അപ്പോൾ കോൺട്രാക്ടർ പെർ സ്ക്വയർ ഫീറ്റ് റേറ്റ് ആയിരിക്കും പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കും കറക്റ്റായിട്ട് മെഷർമെൻറ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കും കോൺഫിഡൻ്റ് ആയിരിക്കാൻ പറ്റും കറക്റ്റ് മെഷർമെൻറ്റ് ത്രൂ കറക്റ്റ് റേറ്റ് ആണ് നമ്മൾ കൊടുത്തതെന്ന് പറഞ്ഞിട്ട്. നമുക്കത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ഇതിപ്പോൾ എൻ്റെ ഒരു വീടിൻ്റെ ഒരു പ്ലാനാണ്. ഓക്കെ, ഇതിപ്പോൾ ഞാൻ 2 മെഷർമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് മൊത്തത്തിലുള്ള പ്ലാനാണ്. ഓക്കെ, ബോർഡിൽ എഴുതിയേക്കുന്ന സെൻറ്റിമീറ്ററും അല്ലാതെ എഴുതിയേക്കുന്ന ഫീറ്റുമാണ് മെഷർമെൻറ്റ് വരുന്നത്. ഇത് ഗ്രൗണ്ട് ഫ്ലോർ പ്ലാനാണ്. ഓക്കെ, ഇതൊരു സാമ്പിൾ പ്ലാനാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും ഇതിനകത്ത് 1524 ബോൾഡിലായത് കാരണം ഇത് മൊത്തം 1524 സെൻറ്റിമീറ്ററാണ് ലെങ്ത്ത് വരുന്നത്. വിഡ്ത്ത് വരുന്നത് 609.60 സെൻറ്റിമീറ്റേഴ്സാണ്. അതേപോലെ ഒരു ബെഡ്റൂം 305x411 സെൻറ്റിമീറ്റേഴ്സാണ് വരുന്നത്. കിച്ചൺ 244x304, യൂട്ടിലിറ്റി റൂം എന്ന് പറഞ്ഞാൽ 244x91, ഇതൊക്കെ സെൻറ്റിമീറ്റേഴ്സാണ്. ഓക്കെ, ടോയ്ലറ്റ് 183x122, ഇതൊക്കെ നമുക്ക് സെൻറ്റിമീറ്റേഴ്സാണ് വരുന്നത്. ഇനിയിപ്പോൾ ബോൾഡ് അല്ലാത്തത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറച്ചും കൂടി സൂം ചെയ്യാൻ നമുക്ക് കണ്ടോ, ഇത് 6x5. ഓക്കെ, ഇത് 6 feet x 5 feet എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഫീറ്റിലാണ്. ഓക്കെ, അതേപോലെ ഇത് 8 feet x 11 feet ബെഡ്റൂം, അടുത്ത ബെഡ്റൂം, ഇതൊക്കെ ഫീറ്റിലാണ്. നമ്മുടെ യൂഷ്വലി പ്ലാനിലും സ്കെച്ചസിലൊക്കെ സെൻറ്റിമീറ്റേഴ്സിലായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സെൻറ്റിമീറ്റർ 2 മെഷർമെൻറ്റ് ഞാൻ എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ഈ സെൻറ്റിമീറ്റർ മെഷർമെൻറ്റ്സ് നമുക്ക് എങ്ങനെ നമുക്ക് സ്ക്വയർ ഫീറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം നമുക്ക് ഈ ബിൽഡിങ്ങിൻ്റെ നമുക്ക് മൊത്തം സ്ക്വയർ ഫീറ്റ് പോലെ ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വിഡ്ത്ത് വരുന്ന 609.60 സെൻറ്റിമീറ്ററാണ്. ഓക്കെ, ലെങ്ത്ത് വരുന്ന 1524 സെൻറ്റിമീറ്ററാണ്. ഓക്കെ, അപ്പം നമ്മുടെ കാൽക്കുലേഷൻ എങ്ങനെയാണ് വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ എഴുതാം. ഇപ്പം നമ്മൾ മീറ്ററിലേക്ക് എടുക്കുവാണെങ്കിൽ ഓക്കെ 6.09 ഒരു റൗണ്ട് ഓഫ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. 6.09 മീറ്റർ വരും വിഡ്ത്ത്. ഓക്കെ, വിഡ്ത്ത് ഇൻറ്റു നമുക്ക് 15.24 മീറ്റർ. ഓക്കെ, അതാണ് നമുക്ക് ലെങ്ത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ 6.09 ഇൻറ്റു 15.24 ആണ് നമുക്ക് വരുന്നത്. ആക്ച്വലി ഇതിപ്പോൾ നമ്മൾ മീറ്ററിലാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 6.09 ഇൻറ്റു 15.24 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 92.81 മീറ്റർ സ്ക്വയർ ആണ് കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്കതെങ്ങനെ സ്ക്വയർ ഫീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നോക്കാം. സ്ക്വയർ ഫീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഈ 92.81 ഇൻറ്റു 10.76 ഈ യൂണിറ്റാണ് നമുക്ക് സ്ക്വയർ ഫീറ്റിലേക്ക് മീറ്റർ സ്ക്വയറിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും മീറ്റർ സ്ക്വയർ ഇൻറ്റു 10.76 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എത്ര എമൗണ്ട് വരുന്നതെന്ന് നോക്കാം. 92.81 ഇൻറ്റു 10.76. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും 998.63, ഏകദേശം ഒരു 999 സ്ക്വയർ ഫീറ്റ് വരും. ഓക്കെ, ഈ മൊത്തം ബിൽഡിങ്ങിൻ്റെ കാൽക്കുലേഷനാണ്. ഓക്കെ, എത്രയ്ക്ക് സിമ്പിളാണ് നമുക്ക് സ്ക്വയർ ഫീറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മുടെ ടോട്ടൽ വിഡ്ത്ത് ബ്രെഡ്ത്ത് മൾട്ടിപ്ലൈ ചെയ്യുക. മീറ്ററിലാണെങ്കിൽ മീറ്റർ സ്ക്വയറിൽ ഒരു വാല്യൂ കിട്ടും നമുക്ക്. ആ കിട്ടുന്ന വാല്യൂ ഉണ്ട് 10.76 ആകുമ്പോഴത്തേക്കും നമുക്ക് സ്ക്വയർ ഫീറ്റായി. ഇത്രയ്ക്ക് എളുപ്പമാണ് നമുക്ക് സ്ക്വയർ ഫീറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇനി നമുക്ക് ഇൻഡിവിജ്വൽ റൂംസിന് നോക്കാം. ഇത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബെഡ്റൂമിൻ്റെ സ്ക്വയർ ഫീറ്റ് നമുക്ക് എത്രയെന്ന് അറിയണമെങ്കിൽ 305x411 ആണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ മീറ്ററിൽ നോക്കുവാണെങ്കിൽ 3.05 ഇൻറ്റു 4.11, ഇതൊക്കെ മീറ്ററിലാണ് കേട്ടോ. ഞാൻ ഇതിപ്പോൾ സെൻറ്റിമീറ്ററിലാണ് നമ്മുടെ മെഷർമെൻറ്റ് വരുന്നത്. ഞാൻ മീറ്ററിലേക്ക് എഴുതിയേക്കാണ്. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റർ എടുത്ത് നോക്കാം. 3.05 ഇൻറ്റു 4.11 സീക്വൽ ടു വരുന്നത് കണ്ടോ 12.53 വരും. 12.
12.53 റൗണ്ട് ഓഫ് ചെയ്യുകയാണെങ്കിൽ 12.54 വരും. ഇത് മീറ്റർ സ്ക്വയർ ആണ്, കാരണം ഇത് 2 യൂണിറ്റും നമുക്ക് മീറ്ററിലാണ് വരുന്നത്. അപ്പോൾ 12.54 മീറ്റർ സ്ക്വയർ നമ്മൾ എങ്ങനെ സ്ക്വയർ ഫീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും? നേരത്തെ നമ്മൾ നോക്കി 10.76 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ 12.54 ഇൻറ്റു 10.76 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കണ്ടോ 134.93 സ്ക്വയർ ഫീറ്റാണ് നമ്മുടെ ഈ ബെഡ്റൂം വരുന്നത്. ഓക്കെ, ഇതേ സെയിം മെത്തേഡിൽ നിങ്ങൾക്ക് ഈച്ച് ആൻഡ് എവറി റൂമിൻ്റെ സ്ക്വയർ ഫീറ്റ് നിങ്ങൾക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ടോയ്ലറ്റിൻ്റെ സ്ക്വയർ ഫീറ്റ് എടുക്കാൻ പറ്റും, ബെഡ്റൂമിൻ്റെ എടുക്കാൻ പറ്റും, കിച്ചൻ്റെ എടുക്കാൻ പറ്റും, ഓവറോൾ സ്ക്വയർ ഫീറ്റ് എടുക്കാൻ പറ്റും. ഇത്രയും എളുപ്പമായിട്ടാണ് നമുക്ക് സ്ക്വയർ ഫീറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്നത്. ഇനി നോർമലി നമ്മൾ കോൺട്രാക്റ്റൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും ഈ സൺഷെയ്ഡോ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും അവർ കാൽക്കുലേറ്റ് ചെയ്യില്ല. മൊത്തം വീടിൻ്റെ അല്ലെങ്കിൽ റൂമിൻ്റെ സ്ക്വയർ ഫീറ്റ് വെച്ചിട്ടാണ് അവർ റേറ്റ് പറയുന്നത്. ഓക്കെ, സ്ക്വയർ ഫീറ്റിന് ഇത്ര എമൗണ്ട്, ഓക്കെ 1500 2000 അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ പലർക്കും പല കോൺട്രാക്ടേഴ്സിനും പല പല റേറ്റാണ്. അപ്പം നിങ്ങളും അവർ പറഞ്ഞ പോലെ തന്നെ സ്ക്വയർ ഫീറ്റ് നമുക്ക് ഫൈനൽ കൺസ്ട്രക്ഷന് ശേഷം നിങ്ങൾക്കും സ്ക്വയർ ഫീറ്റ് ചെക്ക് ചെയ്യാം. അതനുസരിച്ച് നമുക്ക് പേയ്മെൻറ്റ് റിലീസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്മാച്ച് ഉണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് സ്ക്വയർ ഫീറ്റ് ഇതേ രീതിയിൽ അളന്ന് സെറ്റിൽ ചെയ്യുക. ഇനി ഇതാണ് ഒരു വീടിൻ്റെയും റൂമിൻ്റെയും നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് സ്ക്വയർ ഫീറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ സെക്ഷൻ. ഇനി വേറൊരു സംഭവമുണ്ട്, നമുക്ക് കോളം ഉണ്ട്. കോളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, സാധാരണ ഒരു ബേസ് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ പോലെ ആണ് നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ മുകളിൽ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, 2 ടൈപ്പ് ഉണ്ടാവും. ഓക്കെ, വിഡ്ത്തും ലെങ്ത്തും വേരിയേഷനുള്ള ടൈപ്പ് ഉണ്ടാവും, ഇല്ലെങ്കിൽ നമുക്ക് വിഡ്ത്തും സ്ക്വയർ ആയിരിക്കുന്ന ടൈപ്പ് ഉണ്ടാവും. ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു വേരിയേഷനായിട്ടുള്ള ടൈപ്പ് ചെയ്തേക്കാണ്. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൗ ടു കാൽക്കുലേറ്റ് സ്ക്വയർ ഫീറ്റ് ഓഫ് എ കോളം. ഇപ്പോൾ നമുക്ക് കോളത്തിൽ ഫോർ എക്സാമ്പിൾ എന്താ പറയുക, നമുക്ക് ടൈൽ ഒട്ടിക്കണം എന്ന് വിചാരിക്കും. നമുക്ക് ടൈൽ മേടിക്കണമെങ്കിൽ എത്ര സ്ക്വയർ ഫീറ്റ് വേണ്ടി വരും, നമ്മുടെ കോളം എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്, നമ്മൾ എങ്ങനെ അത് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് വെച്ച് എടുക്കാവുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു തരാം അത് സിമ്പിളായിട്ട്. ഇപ്പോൾ ഇതിനകത്ത് നമ്മുടെ കോളത്തിൻ്റെ ടോപ്പ് പോർഷൻ എന്ന് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 9 ഇഞ്ചും 12 ഇഞ്ചും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളമാണിത്. ഓക്കെ, ഇനി ഇതിനിപ്പോൾ 2 സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. 9 ഇഞ്ച് ഇവിടെയുണ്ട്, ഇവിടെ 9 ഇഞ്ച് തന്നെയായിരിക്കും. ഓക്കെ, ഇനി 12 ഇഞ്ച് ഈ സൈഡിലുണ്ട്, ഇവിടെയും 12 ഇഞ്ച് തന്നെയായിരിക്കും. ഓക്കെ, ഇത് സ്ക്വയർ അല്ല, ശരിക്കും പറഞ്ഞാൽ റെക്റ്റാങ്കിളാണ്. പക്ഷേ ഇങ്ങനെ 4 ടൈപ്സ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് കോളത്തിൻ്റെ ഹൈറ്റ് നോക്കാം. നമുക്ക് ഹൈറ്റ് ഏകദേശം ഒരു 10 ഫീറ്റ് വരും. ഇതിപ്പോൾ ഞാൻ ഇഞ്ചസിൻ്റെ കണക്കാണ് പറഞ്ഞത്, നിങ്ങൾക്ക് എല്ലാം കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് പല പല മെഷർമെൻറ്റ് വേരിയേഷൻസ് പറഞ്ഞു തരണേ. ഇതിപ്പോൾ ഇഞ്ചസ് ആണ്. ഓക്കെ, കോളത്തിൻ്റെ ഹൈറ്റ് ഏകദേശം 10 ഫീറ്റ് വരും. നമുക്ക് ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് എടുക്കാൻ നോക്കാം. ഓക്കെ, നമുക്ക് യൂഷ്വലി വേണ്ടി വരിക, ഇപ്പോൾ 2 സൈഡുണ്ട്. ഇപ്പോൾ 9 ഇഞ്ച്. ഓക്കെ, നമ്മൾ 9 ഇഞ്ച് ഇൻറ്റു 2. ഓക്കെ, അപ്പോൾ 18 ഇഞ്ചസ് വരും. 2 സൈഡും കൂടി 9 + 9 എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. 9 + 9 വരുമ്പോഴത്തേക്ക് 18 വരും. ഇനി 12 ഇഞ്ച് ഇൻറ്റു 2 എന്ന് പറയുമ്പോഴത്തേക്കും 24 വരും. 24 ഇഞ്ചസ് വരും. ഓക്കെ, ഇനി ഇത് രണ്ടും കൂടി നമുക്ക് ആഡ് ചെയ്യാം. 42 വരും. ഓക്കെ, 42 ഇഞ്ചാണ് നമുക്ക് ടോട്ടൽ വരുന്നത്. ഈ കോളത്തിൻ്റെ സൈസാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 9 + 9 2 സൈഡുണ്ട്. അപ്പോൾ 9 + 9 വരുമ്പോൾ നമുക്ക് 18 വരും. ഇനി നമ്മൾ മറ്റേ 2 സൈഡും കൂടി ആഡ് ചെയ്യുന്നത് 12 + 12, ആ രണ്ടും കൂടി കൂടുമ്പോഴത്തേക്കും നമുക്ക് 12 ഇഞ്ചസ് വരും. നമുക്ക് ടോട്ടൽ ഇഞ്ചസ് വരുമ്പോഴത്തേക്കും അപ്പോൾ 42 ഇഞ്ച് വരും. ഇനി നമുക്ക് ഈ 42 ഇഞ്ചസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫീറ്റായിട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എങ്ങനെ കൺവേർട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 42 ഇഞ്ചസ് ഇൻറ്റു 0.083, അപ്പോൾ നമുക്ക് ഫീറ്റ് കിട്ടും. ഓക്കെ, നമുക്കപ്പോൾ 42 ഇൻറ്റു 0.083 = എന്ന് പറയുമ്പോഴത്തേക്കും 3.486 കിട്ടും. 3.486 ഫീറ്റ്. ഓക്കെ, ഇത്രയും കിട്ടും. അപ്പോൾ ഇനി ഇതിപ്പം നമ്മുടെ 4 സൈഡിൻ്റെ ഏരിയയാണ് നമുക്ക് കിട്ടിയേക്കണം. 3.486 ഫീറ്റ് വരും. ഇനി കോളത്തിൻ്റെ ഹൈറ്റ് നോക്കുക. നമുക്കിവിടെ അറിയാം അത് 10 ഫീറ്റാണ് ഓൾറെഡി. അത് നമ്മൾ ഫീറ്റിലെടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ കോളത്തിൻ്റെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് വരുന്ന കോളത്തിൻ്റെ സ്ക്വയർ ഫീറ്റ് വരുന്ന 10 ഫീറ്റ്
ഓക്കെ 10 ഫീറ്റ് നമ്മുടെ ഈ ഹൈറ്റ് ഇൻറ്റു നമ്മുടെ ഇത് 3.486 ഫീറ്റ്. അപ്പോൾ നമുക്ക് എത്ര വരും? നിങ്ങൾക്ക് കാണാൻ പറ്റും 34.86 സ്ക്വയർ ഫീറ്റ് വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു കോളത്തിന് ഇങ്ങനെ രണ്ട് സൈഡ് ഉണ്ടെങ്കിൽ 9 ഇഞ്ച് 12 ഇഞ്ച് കൺസെപ്റ്റ് ആണെങ്കിൽ 9 ഇഞ്ചിൻ്റെ ഡബിൾ, ഓക്കെ 18 എടുക്കുക, 12 ഇഞ്ചിൻ്റെ ഡബിൾ 24 എടുക്കുക, അങ്ങനെ ടോട്ടൽ എടുക്കുക 42 വരും. 42 ഇഞ്ചസിന് നമ്മൾ എന്ത് ചെയ്തു? സ്ക്വയർ ഫീറ്റ് അല്ല ഫീറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഇതാണ് എൻ്റെ കൺവേർഷൻ വാല്യൂ. 0.083 3.486 ഫീറ്റ് കിട്ടും. ഇനി ആ ഫീറ്റ് ഇൻറ്റു ലെങ്ത് ഇൻറ്റു നമ്മൾ നേരത്തെ ബിൽഡിങ്ങിൻ്റെ ഒക്കെ നോക്കിയതുപോലെ തന്നെ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത്, അത് ചെയ്യുമ്പോഴത്തേക്കും രണ്ടും ഫീറ്റിലാണെങ്കിൽ നമുക്ക് സ്ക്വയർ ഫീറ്റ് കിട്ടും. അപ്പോൾ 3.48 ഇൻറ്റു നമ്മുടെ കോളത്തിൻ്റെ ഹൈറ്റ് വരും 10 ഫീറ്റ്. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ടൈലിടാൻ ഈ കോളത്തിൽ നമ്മൾ ടൈൽ ഒട്ടിക്കാൻ പോവുകയാണ്, എക്സാമ്പിൾ എടുക്കുക എന്നുണ്ടെങ്കിൽ എത്ര ടൈൽ നമുക്ക് വേണ്ടി വരും, എത്ര സ്ക്വയർ ഫീറ്റ് വേണ്ടി വരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 34.86. ഓക്കെ, നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുവാണെങ്കിൽ 35 സ്ക്വയർ ഫീറ്റ്. ഇങ്ങനെയാണ് നമ്മൾ ഒരു കോളത്തിൻ്റെ സ്ക്വയർ ഫീറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കണം. നമുക്ക് തന്നെ സിമ്പിളായിട്ട് നമുക്ക് വീടിൻ്റെ പ്ലാൻ വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് അല്ലാതെ മെഷർമെൻറ്റ് മീറ്റേഴ്സിന് നമ്മുടെ ടേപ്പ് വെച്ചിട്ട് മീറ്റേഴ്സിന് മെഷർമെൻറ്റ് എടുക്കുവാണെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, അത്ര സിമ്പിളായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കണം. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തവണ കാണാം. നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.